മാഹിയിലെ വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് മാഹി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 23 രാവിലെ 9:30 മാഹി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പുതുച്ചേരി ട്രേഡേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ ശ്രീനിവാസൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഴുവൻ കടകളും അടച്ച് രാവിലെ 9 മണിക്ക് വ്യാപാരികളുടെ മാർച്ച് മാഹി പള്ളി മൈതാന പരിസരത്ത് നിന്നും ആരംഭിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൂറിസം പ്രമോഷനും ഹാർബർ നിർമ്മാണവും എവിടെയും എത്താത്തതും ഉദ്യോഗസ്ഥ വൃന്ദം വ്യാപാരികളോട് കാണിക്കുന്ന അവഗണനയും വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. വ്യാപാരോത്സവത്തിന്റെ പേരിൽ നടത്തിയ കൂപ്പൺ വിതരണത്തിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാത്ത നടപടി അംഗീകരിക്കാനാവില്ല. പാർക്കിംഗ് സൗകര്യങ്ങൾ നിഷേധിക്കുന്ന മയ്യഴി ഭരണകൂടത്തിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും ഭാരവാഹികളായ ഷാജി പിണക്കാട്, ഷാജു കാനം, കെ ശ്രീജിത്ത്, കെ അനൂപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാഹിയിലെ വ്യാപാര മേഖലയെ ഊർജ്ജസ്വലമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്ന വ്യാപാര മേഖല പോണ്ടിച്ചേരി സംസ്ഥാനം സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെയുള്ളത് ഈ വ്യാപാര മേഖലയാണ്. ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കാൻ നിയമനങ്ങൾ നടക്കുന്നില്ല മര്യാദയ്ക്ക്. അതോടൊപ്പം തന്നെ ഒരു മേഖലകളിൽ വ്യവസായങ്ങൾ, അഗ്രികൾച്ചർ, പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും കൊണ്ട് മുമ്പോട്ട് പോകാൻ ഗവൺമെന്റ് കഴിയാത്തൊരു സാഹചര്യത്തിൽ വ്യാപാര മേഖലക്കാണ് ഊന്നൽ നൽകേണ്ടത്. വ്യാപാര മേഖലയ്ക്ക് ഊന്നൽ നൽകാമെന്ന് ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള സഹായങ്ങൾ വേണം. ഇല്ല, ഒരു ചെറുകിട കച്ചവടക്കാരൻ, ഒരു സാധാരണ കച്ചവടക്കാരൻ മുനിസിപ്പാലിറ്റിയിൽ ലൈസൻസിന് പോയി കഴിഞ്ഞാൽ അവിടെ കമ്മീഷണറെക്കാട്ടും വലിയ നിയമങ്ങൾ പറയുന്ന ശിപായിമാറും മേസ്ത്രിമാറുമാണ് അവിടെ ഉള്ളത്. അവിടെ ഭരിക്കുന്നവരാണ്. കമ്മീഷണർ പറയുന്ന നമ്മളുടെ പുസ്തകത്തിൽ പറയുന്ന നിയമങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ഇവർ കടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥ മേധാവിത്വവും മാഹിയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട ഒരു ആവശ്യമാണ്. അതും കൂടി ഈ സമരത്തിന്റെ ഒരു ഭാഗമാണ്. അശാസ്ത്രീയമായ യൂസർ ഫീ സമ്പ്രദായം വ്യാപാരികളിൽ നൽകേണ്ടത് നമുക്ക് നൽകുന്ന സേവനത്തിനാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ നാട്ടുകാരെ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് പണം തരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ഞങ്ങളിൽ നിന്ന് യൂസർ ഫീ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ നടത്തണം. ഇല്ല, കാരണം ഗോഡൌണുകളിന്റെ അളവിനടക്കം യൂസർ ഫീ വാങ്ങുമ്പോൾ ആ ഗോഡൌണിന്റെ ഗോഡൌണിൽ ഒരു വേസ്റ്റുകൾ അവർ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അത് നേരത്തെ മുൻകാലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഒരു ലൈസൻസിന് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഗവേഷണം നടത്തിയുള്ള പ്രവർത്തനങ്ങൾ അത് കമ്മീഷനല്ല പറയുന്നത്, അവിടെയുള്ള ഉദ്യോഗസ്ഥരാണ്. അത് ശിവായി തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.